എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ വാർഷിക ഫലം ആണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലം, അതായത് ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. Three of Swords, Nine of Wands, Seven of Swords, Nine of Swords, King of Cups, World card. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും പര്യവസാനമാണ്, എൻഡിങ് ഫേസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വീണ്ടും, അതായത് പര്യവസാനിപ്പിക്കേണ്ട പല കാര്യങ്ങളും പര്യവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ പലതും നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങളത് പൂർത്തിയാക്കുന്നില്ലാത്ത പക്ഷം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ ബലം പ്രയോഗിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷനിലും നമുക്ക് നല്ലതിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നു. ആദ്യം തന്നെ 3 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 3 of Swords എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു പെയിൻഫുൾ ഫീലിംഗ് ഉണ്ടാകും. ഒരു പക്ഷെ നിങ്ങൾ ഈ ഡിസംബർ മാസം 2025 അനുഭവിച്ച പല കാര്യങ്ങളുടെയും ആ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എന്തെങ്കിലും സിറ്റുവേഷൻസ്, കുടുംബ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു മൂന്നാമതൊരു വ്യക്തി മൂലം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ലവേഴ്സ് തമ്മിലിടയിൽ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, പൊതുവേ സ്റ്റേബിളായിട്ടുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ ഇടയിൽ മറ്റൊരാൾ വന്നൊരു ബ്രേക്കപ്പ് സംഭവിച്ച സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മാസം വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതാണെങ്കിൽ ജനുവരിയിലേക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പോൾ 2026 പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്, പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ജീവിതമായിരിക്കില്ല ഇനി അങ്ങോട്ടേക്ക്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇത് അതായത് മാരീഡായിട്ട് കുറച്ചധികം നാളായിട്ടുള്ള ആളുകളാവാം, പിന്നെ പ്രണയിതാക്കളായിരിക്കാം, വിദ്യാർത്ഥികളായിരിക്കാം. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അത്, കഴിഞ്ഞു പോയ കാലമാണ്, പാസ്റ്റാണ്, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ തീർച്ചയായിട്ടും പല മാറ്റങ്ങളുടെ സമയമാണ്. എൻഡിങ് ഫേസ് ആകുമ്പോൾ പലതും നിങ്ങൾ തീരുമാനിച്ച് ജീവിതത്തിൽ കുറച്ചുകൂടി ബോൾഡായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. 2026 നിങ്ങൾ കുറച്ചുകൂടി ബോൾഡാവും, വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും വ്യക്തിയായിട്ട് മാറുന്നു. പക്ഷേ അത് നിങ്ങളുടെ സ്വഭാവവും രീതിയും തീരുമാനങ്ങളും അനുസരിച്ചിട്ട് അതിൽ സമയത്തിൽ മാറ്റം ഉണ്ടാവാം. കാരണം 2026 കടക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ സ്വഭാവ രീതിയാണ്. കുറേ ആളുകൾ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും, ചില ആളുകൾ പെട്ടെന്ന് തന്നെ മാറ്റം വരാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. കാരണം 9 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉറച്ച തീരുമാനം എടുക്കുന്നത് മൂലം ജീവിതത്തിൽ പല മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, ശാരീരികവും മാനസികമായിട്ട്, ഇപ്പോൾ മാനസികമായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഫൈനലി റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാളായിട്ട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു ഡോക്ടർ മാറുന്നതും മരുന്ന് മാറുന്നു, പലതരത്തിലും ആവാം. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരു ലാസ്റ്റ് ഫേസ് ആയിരുന്നു പലതിൻ്റെ. ഇപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ഇതുവരെ നടക്കാതെ പോയിട്ടുള്ള പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കാം. ഫൈനലി നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ, ചില ബന്ധങ്ങളിലായിരിക്കാം പോസിറ്റിവിറ്റി വരുന്നു, അല്ലെങ്കിൽ അത് സൗഹൃദങ്ങളാവാം, കൊളീഗ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലാവാം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കടക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് യുദ്ധമാണോ നിങ്ങൾ
യുദ്ധത്തിനാണോ നിങ്ങൾ പൊരുതിക്കൊണ്ടിരുന്നത്, അതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ എടുത്ത് പറയട്ടെ, 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ലീഗൽ ബാറ്റിലാവാം. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കോർട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഫൈനലി ആ ഒരു യുദ്ധം ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാര്യവുമാവാം, വഴിയായിരിക്കാം, വസ്തു തർക്കമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റെന്തെങ്കിലും ആഭരണങ്ങൾ, സ്വത്തുവകകൾ, മറ്റു തരത്തിൽ കിട്ടേണ്ടത് കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് എന്തെങ്കിലും കേസ് കൊടുത്തതാവാം, ബാങ്കിനെതിരെയോ അല്ലെങ്കിൽ സ്കൂളിനെതിരെയോ അല്ലെങ്കിൽ മറ്റെന്തിനും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്കായിട്ട് വിധി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇച്ചിരി കോൺഫിഡൻസ് കൂടുതലുള്ള സമയമാണ് ഈ ഒരു സമയം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആത്മവിശ്വാസം അനാവശ്യമായിട്ട് എന്താ പറയുക, അത്യുഗ്രമായിട്ടുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം നല്ലൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും. പക്ഷെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ചിലപ്പോഴൊക്കെ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കുന്നു എന്ന് കാണുമ്പോൾ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പദവി ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ന്യായത്തിനും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള അടി തീർച്ചയായിട്ടും കിട്ടും. കർമ്മത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കർമ്മഫലം അനുഭവിക്കുന്നുണ്ടാവാം. ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാവർക്കും ബാധകമാണെങ്കിലും നിങ്ങൾക്ക് അപ്പം തന്നെ പെട്ടെന്ന് അതിനുള്ള ഫലം കിട്ടുന്നുണ്ടാവാം. അതേപോലെ 9 ഓഫ് സോർഡ്സ് എനർജിയാണ്. പൊതുവിൽ ഒരു പല കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ട്, പല കാര്യങ്ങളുടെയും പര്യവസാനമാണെങ്കിലും ഇത്തിരി സ്ട്രെസ്സ് കൂടുതലായിരിക്കും, ടെൻഷൻ കൂടുതലായിരിക്കും. അത് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ടെൻഷൻ എടുക്കുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനൊന്ന് ആത്മീയതയിലോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ താല്പര്യം പ്രകടിപ്പിക്കാം. ഹനുമാൻ ചാലീസ വായിക്കുന്നത്, ഹനുമൽ ഭക്തി വളരെ പ്രാധാന്യമുള്ളതാണ്. അതേപോലെ നരസിംഹമൂർത്തി, ഭയം ഒഴിവാക്കാൻ ഉഗ്രമൂർത്തിയാണ് നരസിംഹമൂർത്തി. വരാഹി മന്ത്രം ജപിക്കാവുന്നതാണ്. വരാഹി മന്ത്രം ജപിക്കുന്നവരോ അതിനെക്കുറിച്ച് അറിവുള്ളവരോ, ഞാൻ അങ്ങനെ അല്ലാത്തവരോട് പറയാറില്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഇന്നൊരു ദൈവത്തെ. നരസിംഹ മന്ത്രം ജപിക്കുന്നത് ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉള്ളിലുള്ള ഭയം എല്ലാം മാറ്റുന്നതിന് സഹായിക്കും. കുട്ടികളിൽ പേടി സ്വപ്നം കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ക്ഷമാപണം നമ്മൾ നാമം ജപിക്കുന്നത്, അതും ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം. അനാവശ്യമായിട്ടുള്ള ടെൻഷനാണ്, കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ഒഴിവാക്കാം എന്നുള്ളതാണ്. പിന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. പൊതുവിൽ വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. ഉയർച്ചയിലേക്ക് പോകുന്നു, സാമ്പത്തിക നേട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളൊക്കെ നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കുന്നുള്ളൂ. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. കാരണം സ്ട്രെസ്സ് എടുക്കുന്നതാണ് നിങ്ങൾ, പ്രത്യേകിച്ച് അത്രയും സ്ട്രെസ്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത്തിരി സ്ട്രെസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ മറ്റാളുകളുടെ അഭിപ്രായങ്ങൾ തേടാനോ അവർ പറയുന്ന കാര്യങ്ങൾ വകവെച്ച് കൊടുക്കാനോ പോകാതിരുന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുകയും തുറന്ന് അത് വേണ്ട എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീൽ ഓഫ് ലാസ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. യാത്രകൾക്ക് പറ്റിയ സമയമാണ്, യാത്രകൾ ചെയ്യുക. കാരണം യാത്രകളിലൂടെ നിങ്ങൾക്ക് സന്തോഷവും അതേപോലെ ഒത്തിരി കാര്യങ്ങൾ നേടാനും അറിയാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് കുടുംബമായിട്ട് വിനോദയാത്രകൾ, അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ, ആത്മീയ യാത്രകളൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ആത്മീയവും ക്ഷേത്ര ദർശനങ്ങൾ, പള്ളികളോ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ചെറിയ പേടിയൊക്കെ കൂടുതലായിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. യാത്രകൾ എപ്പോൾ സമയം കിട്ടിയാലും യാത്രകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. യാത്രകൾ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.